ഇവാൻ വുക്കോമനോവിച്ച് വീണ്ടും തിരിച്ചു വരുന്നുവോ? കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പലതവണ പല കമൻറ്റ് ബോക്സിലായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതല്ലെങ്കിൽ പല ഹാഷ്ടാഗുകളുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസരമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ വുക്കോമനോവിച്ചിനെ തിരിച്ച് കൊണ്ടുവരണം എന്ന് പറയുന്ന, അതായത് കം ബാക്ക് എന്ന് പറയുന്ന ആ ഒരു ഹാഷ്ടാഗ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസരങ്ങളിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ പല രീതിയിലുള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ക്ലാരിറ്റി എന്നോണം, അല്ലെങ്കിൽ ഇവാൻ വുക്കോമനോവിച്ച് വന്നാൽ എന്നോണം, ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ കുറച്ച് കാര്യങ്ങൾ ഒരു 2-3 ദിവസം മുമ്പ് തന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് ടൈം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയത്, അല്ലെങ്കിൽ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറന്നുപോയത്. സോ എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ SD ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലാൻ A to Z വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഒരു കോച്ചിന് വേണ്ടിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ പല കോച്ചുമാരോടും സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കോച്ചുമാരുണ്ട്, അതുപോലെ പുതിയ തരത്തിലുള്ള യൂറോപ്യൻ സ്റ്റൈലിലുള്ള കോച്ചുമാരുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതുവരെയായിട്ട് സംസാരിച്ച് വെച്ചിട്ടുള്ളത്. പക്ഷേ ആരോടും നമ്മൾ ഇതുവരെ ഒരു ഡീൽ ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സോ നമ്മുടെ SD കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് പറഞ്ഞിട്ടുള്ളത്. സോ ഇവാൻ വുക്കോമനോവിച്ച് എന്ന് പറയുന്നത് ടോപ്പ് കോച്ചാണ്. ISL തന്നെ ഏറ്റവും നല്ല കോച്ചുമാരിൽ ഒരാളാണ്. 3 തവണ നമ്മളെ പ്ലേ ഓഫിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് ഓർക്കണം, അദ്ദേഹം കളിപ്പിച്ചിട്ടുള്ള 3 സീസണാണെന്ന് ഓർക്കണം. അതിലൊന്ന് മെയിൻ താരങ്ങൾക്ക് പോലും പരിക്ക് പറ്റി അതിൻ്റെ പിടിയിലായതിനെ തുടർന്ന് സെക്കൻഡ് ഓപ്ഷനായിട്ടുള്ള താരങ്ങളെ ഇട്ടിട്ട് നമ്മുടെ പ്ലേ ഓഫിലേക്ക് കളിപ്പിച്ചിട്ടുള്ള ഒരു കോച്ചാണ് നമ്മുടെ ഇവാൻ വുക്കോമനോവിച്ച് എന്ന് പറയുന്നത്. സോ ഇവാൻ വന്നാലും ടീം മൂഞ്ചാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ചെറിയൊരു ഉദാഹരണങ്ങളിലേക്ക് തിരിയാം. അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, ജോസെ മൊളീന എന്ന് പറയുന്ന ആ ഒരു കോച്ചിനെ കൊണ്ട് മാത്രമാണോ മോഹൻ ബഗാൻ ഈ ഒരു കൊല്ലത്തെ ഷീൽഡ് അടക്കി വായുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രമേൽ മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി അവർക്ക് മുമ്പിലുള്ളത് ആ ഒരു ഫൈനൽ പോരാട്ടത്തിൽ ആരാണ് അവരുടെ എതിരാളികൾ എന്നറിയാൻ വേണ്ടി മാത്രമായിരിക്കും. അപ്പോൾ ഈ ഒരു കോച്ചിനെ കൊണ്ട് മാത്രമാണോ അവരുടെ ഈ ഒരു നേട്ടങ്ങളൊക്കെ കൊയ്തെടുക്കാനായിട്ട് സാധിച്ചത്? ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഒരിക്കലും അല്ല. അദ്ദേഹം ഒരു ആവറേജ് കോച്ചാണെന്ന് ഞാൻ പറയുള്ളൂ. സ്ക്വാഡാണ് എല്ലാത്തിനും അവർക്ക് ചുക്കാൻ പിടിക്കുന്നത്. അത്ര നല്ലൊരു സ്ക്വാഡ് ISL ഇല്ല എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. മൊളീനയേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കോച്ചുമാർ ISL ഉണ്ട്. ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ട്രോഫി ഇല്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കിയാൽ ഈ ഒരു കോച്ചിനെ കാട്ടി ടോപ്പായിട്ടുള്ള കോച്ചുമാർ ISL ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സംശയം തീർന്നില്ലേ? അതായത് സ്ക്വാഡാണ്, ടീമാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതും മാനേജറും കൂടി കൂടുമ്പോഴാണ് കപ്പടിക്കാനും ഷീൽഡ് അടിക്കാനും കഴിയുക. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഇവാൻ വുക്കോമനോവിച്ച് വന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് ടീം മാറാതെ ഒരിക്കലും, അതല്ലെങ്കിൽ ടീമിൽ വേണ്ട കളിക്കാരെ കൊണ്ടുവരാതെ ഒരിക്കലും നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഒരു ടീമിനെ ട്രോഫി അടിപ്പിക്കാനായിട്ട് കഴിയൂല. ഒരു കോച്ചിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കൈവിൽ മാത്രം വിശ്വസിച്ച് ആ ഒരു ടീമിനെ ട്രോഫി കൊണ്ടുവരാനായിട്ട് സാധിക്കൂല എന്നുള്ളതാണ് ചിലരുടെയൊക്കെ അന്ധമായിട്ടുള്ള വിശ്വാസം. അതാണ്, അതായത് ഇവാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ടീം നന്നാവും, ഈ ടീം നല്ല രീതിയിൽ കളിക്കും, പ്ലേ ഓഫിലേക്ക് കയറിയേക്കാം. ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ 90% ഒരിക്കലും കയറൂല എന്നാൽ പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രക്ക് ബാഡായിട്ടുള്ള ഒരു ടീമായിട്ടാണ് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവാൻ വുക്കോമനോവിച്ച് ഈ ടീമിൽ എത്തിയിട്ടില്ലെങ്കിലും ഒരു ഏഷ്യൻ റീജിയണലായിട്ട് സക്സസ് ആയിട്ട് തുടരുന്ന ഒരു കോച്ചിനെ കൊണ്ടുവരിക, അല്ല എന്നുണ്ടെങ്കിൽ ISL എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇപ്പോൾ ഡസ് ബക്കിംഗ്ഹാം ഉണ്ട്, അതല്ലെങ്കിൽ യുവാൻ ഫെറാണ്ടോ ഉണ്ട്, ഇവരൊന്നും വരുമോ എന്നുള്ളതല്ല കേട്ടോ സംശയം. ഇവരൊക്കെ കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒപ്പീനിയൻസ് എന്ന് പറയുന്നത്. കാരണം ഇവർക്കൊക്കെ ISL എക്സ്പീരിയൻസ് ആയിട്ടുള്ള പല കോച്ചുമാരാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളുമായിട്ട് ഒരുപാട് ഇടപഴകാനായിട്ട് പറ്റിയിട്ടുള്ള കോച്ചുമാരാണ്. അതുകൊണ്ട് ഇവരുടെയൊക്കെ ഒരു സാന്നിധ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പലതും നടക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അമിത ആവേശം വെച്ചിട്ട് ഇവാൻ വന്നതുകൊണ്ട് മാത്രം ടീം റെഡിയാവുന്നൊന്നും ആരും പറയരുത്. കാരണം നമുക്കതിനുള്ള ടീമില്ല മക്കളെ, നമുക്കതിനുള്ള ടീമില്ല. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.